ഞാൻ വരുന്നത് സിംഹങ്ങളുടെ നാട്ടിൽ നിന്നാണ്. സിംഹങ്ങളുടെ നാട്ടിൽ നിന്ന് എത്യോപ്യ എന്ന സിംഹങ്ങളുടെ നാടെന്നറിയുന്ന ഇടത്തേക്ക് വരുമ്പോൾ എത്യോപ്യ എൻ്റെ സ്വന്തം വീട് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സ്വതസിദ്ധമായ ശൈലിയിൽ എത്യോപ്യയിലെ സമൂഹത്തെ കയ്യിലെടുത്ത നരേന്ദ്രമോദി പ്രസംഗിച്ച ലോകത്തിലെ 18ാമത് പാർലമെന്റാണ് എത്യോപ്യയിലേത്. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. 140 കോടി ജനങ്ങളുടെ സൗഹൃദത്തിന്റെ സന്ദേശമാണ് എത്യോപ്യയ്ക്ക് വേണ്ടി താൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി പറയുന്നു, എത്യോപ്യ സിംഹങ്ങളുടെ നാടായാണല്ലോ അറിയപ്പെടുന്നത്. ഞാനും സിംഹങ്ങളുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എത്യോപ്യ എൻ്റെ സ്വന്തം സംസ്ഥാനവും സ്വന്തം വീടും പോലെ ഊഷ്മളമായി തോന്നുന്നു. ഇന്ത്യയും എത്യോപ്യയും ഊഷ്മളമായ കാലാവസ്ഥയും ആത്മാവും പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർ വിശാലമായ കടലുകൾക്കിടയിലൂടെ ബന്ധം സ്ഥാപിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ വ്യാപാരികൾ സുഗന്ധദ്രവ്യങ്ങളും സ്വർണവും ഉപയോഗിച്ച് സഞ്ചരിച്ചു. പക്ഷേ അവർ സാധനങ്ങൾ മാത്രമല്ല വ്യാപാരം ചെയ്തത്, അവർ ആശയങ്ങളും ജീവിതശൈലികളും കൈമാറി. അഡിസ്, ധൊലേര തുടങ്ങിയ തുറമുഖങ്ങൾ വെറും വ്യാപാര കേന്ദ്രങ്ങൾ മാത്രമല്ല നാഗരികതകൾക്കിടയിലുള്ള പാലങ്ങളുമായിരുന്നു. ആധുനിക കാലത്ത് 1941 എത്യോപ്യയുടെ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യൻ സൈനികർ എത്യോപ്യൻ ജനതയ്ക്കൊപ്പം പോരാടിയപ്പോൾ നമ്മുടെ ബന്ധം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു. പാർലമെന്റ് കെട്ടിടം നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, ജനങ്ങളുടെ ഇഷ്ടം രാജ്യത്തിന്റെ ഇഷ്ടമായി മാറുന്നത് ഇവിടെയാണ്. നിങ്ങളിലൂടെ ഞാൻ സംസാരിക്കുന്നത് കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന നിങ്ങളുടെ കർഷകരോടാണ്, പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭകരോടാണ്, സമൂഹങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സ്ത്രീകളോടാണ്, ഭാവി രൂപപ്പെടുത്തുന്ന എത്യോപ്യയിലെ യുവാക്കളോടാണ്. എത്യോപ്യയിലെ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഇന്ത്യൻ കമ്പനികളുണ്ട്. അവർ വിവിധ മേഖലകളിൽ $5 ബില്യൺ നിക്ഷേപിക്കുകയും 75,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തത് ഏറെ സന്തോഷകരമാണ്. ഇപ്പോൾ ഇന്ത്യ എത്യോപ്യ ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം, എത്യോപ്യയുടെ ദേശീയ ഗാനം എന്നിവ രണ്ടും നമ്മുടെ ഭൂമിയെ അമ്മ എന്ന് വിളിക്കുന്നു. നമ്മുടെ പൈതൃകം, സംസ്കാരം, സൗന്ദര്യം എന്നിവയിൽ അഭിമാനിക്കാനും നമ്മുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനും അവ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത് എനിക്ക് വലിയ ബഹുമതിയാണെന്നും പ്രധാനമന്ത്രി മോദി എത്യോപ്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ വ്യക്തമാക്കി. അതേസമയം എത്യോപ്യയുടെ പരമോന്നത ബഹുമതി നേടുന്ന ആദ്യ രാഷ്ട്രത്തലവനായി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകി ആദരിച്ച് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി. ദ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യൻ എന്ന ബഹുമതിയാണ് എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി മോദിക്ക് സമ്മാനിച്ചത്. ഇതോടെ എത്യോപ്യയുടെ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ആഗോള രാഷ്ട്രത്തലവനായി മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മോദിക്ക് ലഭിക്കുന്ന 28ാമത് വിദേശ പുരസ്കാരമാണ്. എത്യോപ്യയുടെ പരമോന്നത ബഹുമതി ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായുള്ള എത്യോപ്യൻ സന്ദർശനം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഈ പുരസ്കാരം മോദി ഏറ്റുവാങ്ങിയത്. എത്യോപ്യൻ തലസ്ഥാനമായ അഡിസ് അബാബയിലെ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പുരസ്കാരം മോദിക്ക് സമ്മാനിച്ചത്. ലോകത്തിലെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ ഒരു നാഗരികതയിൽ നിന്ന് ആദരിക്കപ്പെടാൻ കഴിഞ്ഞത് വളരെയധികം അഭിമാനകരമാണെന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മോദി പ്രതികരിച്ചു. ബഹുമതി നൽകിയതിന് എത്യോപ്യയിലെ ജനങ്ങൾക്കും സർക്കാരിനും പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിക്കും നന്ദി. വർഷങ്ങളായി രാജ്യ പങ്കാളിത്തത്തെ രൂപപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്ത എണ്ണമറ്റ ഇന്ത്യക്കാർക്കുള്ളതാണ് ഈ ബഹുമതി. ആഗോളതലത്തിൽ വളർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടുന്നതിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും എത്യോപ്യയുമായി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി കൂട്ടിച്ചേർത്തു. വന്ദേ മാതരത്തിന് ലഭിച്ച സ്വീകാര്യതയിലും മോദി സന്തുഷ്ടനായി. എത്യോപ്യൻ ഗായക സംഘം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഗാനം കേട്ട് ആവേശത്തോടെ കൈയടിക്കുന്നത് കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് തന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ഒരു വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയുടെ ദേശീയ ഗീതത്തിന് ഈ ബഹുമാനം ലഭിച്ചിരിക്കുന്നത്. വന്ദേ മാതരത്തെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ ചർച്ചയെ പോലും ഇന്ത്യയിലെ പ്രതിപക്ഷം അധിക്ഷേപിച്ച സമയത്താണ് എത്യോപ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ ഒരു പ്രധാന പരിപാടിയായി വന്ദേ മാതര ആലാപനം നടത്തിയത്. വളരെയധികം ആവേശത്തോടെയാണ് പ്രധാനമന്ത്രി ഈ ഗാനാലാപനത്തെ സ്വീകരിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.